ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയും കരുണയ്ക്കും പാപക്ഷമയ്ക്കും പുതുശക്തിക്കും വേണ്ടി കർത്താവിന്റെ കുരിശിൻ ചുവട്ടിലെ കാത്തിരിപ്പിന്റെയും സമയമാണ് നോമ്പുകാലം. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ പാവന സ്മരണയിലെ വളരെ ഹൃദയഭേദകമായ സംഭവമാണ് നമ്മുടെ കർത്താവിന്റെ ക്രൂശിലെ വിലാപം. 22-ാം സങ്കീർത്തനത്തിലെ ദാവീദിന്റെ വാക്കുകളായിരുന്നു മത്തായി 27-ാം അധ്യായം 46-ാം വാക്യത്തിലെ നമ്മുടെ കർത്താവിന്റെ വിലാപം. ഈ ആത്മവിലാപം നമുക്ക് നൽകുന്ന പ്രത്യാശ എന്തൊക്കെയാണ്? 22-ാം സങ്കീർത്തനത്തിലെ ദാവീദിന്റെ വാക്കുകൾ ആന്തരിക സംഘട്ടനങ്ങളുടെയും ആത്മനൊമ്പരത്തിന്റെയുമൊക്കെ പ്രതിധ്വനിയാണ്. വാസ്തവത്തിൽ ഇത് ദുരന്ത സഹനങ്ങളെപ്പറ്റിയുള്ള ദാവീദിന്റെ പരാതിയല്ല. തന്റെ ആശ്രയവും അഭയകേന്ദ്രവുമായ ദൈവം തന്നെ കൈവിട്ടതിന്റെ നിസ്സഹായതയാണ് ദാവീദ് ഈ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്താണ്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്താണ്? ദൈവവും മനുഷ്യരും കൈവിട്ടതിൻ്റെ അനുഭവം സമർപ്പിത വിശ്വാസികളുടെ ജീവിതത്തിലും ഉണ്ടാകും. ദൈവത്തിൻ്റെ മൗനത്തിൻ്റെ കൂരിരുൾ താഴ്വരയിലൂടെ അഭിഷിക്തർക്കും നടന്നു പോകേണ്ടി വരും. ജീവിതത്തിലെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ആരും വിമുക്തരല്ല. നമ്മുടെ നിസ്സഹായതയും ആത്മസംഘർഷങ്ങളും ദൈവത്തോട് പറയുവാനും കരയുവാനും നമുക്ക് അവകാശമുണ്ടെന്നാണ് സംഘർഷങ്ങളിൽ ബൈബിൾ ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയ്യോബ് 30-ാം അധ്യായം 20-ാം വാക്യം: ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങെനിക്ക് ഉത്തരം നൽകുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, അങ്ങെന്നെ ശ്രദ്ധിക്കുന്നില്ല. വിലാപങ്ങൾ 3-ാം അധ്യായം 8-ാം വാക്യം: ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല. ആത്മനൊമ്പരങ്ങളിലും ഏകാന്തതയിലുമുള്ള വിലാപം ഒരിക്കലും അവിശ്വാസമല്ല, കരുതുന്ന ദൈവത്തിലുള്ള ഉറപ്പും പ്രത്യാശയുമാണ്. മാത്രവുമല്ല, ഇമോഷണൽ വെന്റിലേഷനുള്ള ഉപാധിയും കൂടിയാണ് ആത്മവിലാപം. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം നമ്മുടെ കർത്താവ് ദാവീദിന്റെ വിലാപം ആവർത്തിച്ചു. അപമാനത്തിലും ശാരീരിക പീഡനത്തിലും തകർക്കപ്പെട്ട് കുരിശിൽ തൂക്കപ്പെട്ട കർത്താവ് സഹനത്തിന്റെ തീച്ചൂളയിൽ ഉറക്കെ കരഞ്ഞു. മത്തായി 27-ാം അധ്യായം 46-ാം വാക്യം. ഏകദേശം 9-ാം മണിയായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു: ഏലി ഏലി ലാമ ശബക്താനി. അതായത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട്
നീ എന്നെ ഉപേക്ഷിച്ചു. വൈകാരിക തീവ്രതയുടെ നെരിപ്പോടിൽ നമ്മുടെ കർത്താവ് അട്ടഹസിച്ച 22-ാം സങ്കീർത്തനത്തിലെ വാക്കുകൾ വെറും പുനരാവർത്തനമായിരുന്നില്ല, നിവൃത്തിയാകലായിരുന്നു. ഏകാന്തതയുടെ കൂരിരുട്ടിലൂടെ കർത്താവ് നടന്നതുകൊണ്ട് ഇനി ആരും തനിച്ചല്ല. അവഗണിക്കപ്പെട്ടവരും അനാഥരുമായവർക്കൊപ്പം കർത്താവ് എന്നും എപ്പോഴുമുണ്ടായിരിക്കും. ഈ സമുന്നത വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാകലായിരുന്നു ഈ സംഭവം. ക്രൂശിലെ സഹന സംഘർഷത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾ മാത്രമല്ല, നമ്മുടെ ഒറ്റപ്പെടലും ഏകാന്തതയും കൂടി വഹിച്ചു. നിങ്ങൾ ഒറ്റപ്പെടുത്തപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമാണോ ഇപ്പോൾ? ആശ്വസിക്കൂ, നിങ്ങൾ തീർച്ചയായും തനിച്ചല്ല. ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ നഷ്ടബോധവും തീവ്ര ദുഃഖവും കുരിശിൽ അനുഭവിച്ച കർത്താവ് തീർച്ചയായും നിങ്ങളോടൊപ്പം ഇപ്പോൾ അടുത്തുണ്ട്. എബ്രായലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ നിന്നെ ഒരു നാളും അവഗണിക്കില്ല, ഉപേക്ഷിക്കുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മുടെ ഏകാന്തതയിൽ, ശൂന്യതയിൽ, ആത്മനൊമ്പരങ്ങളുടെ ഗദ്ഗദങ്ങളിൽ കർത്താവിൻ്റെ വിസ്മയ സാന്നിധ്യം എന്നും എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. വിശ്വസിക്കൂ, തീർച്ചയായും അവൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ദാവീദിന്റെ ഏകാന്തതയിൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നിസ്സഹായതയുടെ വിലാപത്തിൽ തുടങ്ങുന്ന 22-ാം സങ്കീർത്തനം പ്രത്യാശയുടെ പോസിറ്റിവിറ്റിയിലും ആത്മഹർഷത്തിലും അവസാനിച്ചത്. 22-ാം സങ്കീർത്തനം 23-ഉം 24-ഉം വാക്യങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിൻ്റെ സന്തതികളെ, അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേൽ മക്കളെ, അവിടുത്തെ സന്നദ്ധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ. എന്തെന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തില്ല. തന്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല. അവൻ അപേക്ഷിച്ചപ്പോൾ, അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. ഈ 22-ാം സങ്കീർത്തനത്തിലെ വൈകാരിക പരിണാമത്തിന്റെ സമസ്യയെപ്പറ്റിയുള്ള ഒരു ഭക്തന്റെ ദർശനം വളരെ വളരെ ഉദാത്തമാണ്. The silence of God is not the absence of God. The abandonment we feel is not the final word. ക്രിസ്തുവിന്റെ ക്രൂശിലെ ആത്മവിലാപം വിജയോത്സവമായ ഉയർത്തെഴുന്നേൽപ്പിലാണ് അവസാനിച്ചത്. നമ്മുടെ വിലാപങ്ങളെ സന്തോഷമാക്കി തീർക്കാൻ കഴിയുന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ ദുരന്തത്തിൻ്റെ കറുത്ത വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സമുന്നത ഞായറാഴ്ച കടന്നു വരുമെന്നാണ് സഹനദാസനായ ദാവീദിന്റെ സാക്ഷ്യം.
30-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. ചില ദുരന്ത നിമിഷങ്ങളിൽ നിശബ്ദനായിരിക്കുന്ന ദൈവം അടുത്ത നിമിഷത്തിൽ വിമോചകനും വീണ്ടെടുപ്പുകാരനുമായി നമ്മുടെ ജീവിതത്തിൽ കടന്നുവരും. നിശബ്ദതയുടെയും ഏകാന്തതയുടെയും അവഗണനയുടെയും കൂരിരുൾ താഴ്വരയിലൂടെ ഹൃദയം നുറുങ്ങിയും കരഞ്ഞും നടക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊരിക്കലും തനിച്ചല്ല. നിങ്ങളുടെ ഹൃദയവേദന അനുഭവിച്ചറിഞ്ഞ കർത്താവ് നിങ്ങളുടെ അടുത്ത് നിങ്ങളോടൊപ്പമുണ്ട്. നമ്മുടെ കർത്താവ് അകലങ്ങളിൽ നിന്ന് സഹതപിക്കുന്നവനല്ല, നമ്മളിലൊരാളായി നമുക്ക് വേണ്ടി മുറിവേറ്റവനും ഒറ്റപ്പെടുത്തപ്പെട്ടവനുമാണ്. എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തേ എന്ന് കരഞ്ഞ കർത്താവ് നിങ്ങളുടെ ആത്മസംഘർഷങ്ങളിൽ, വിലാപങ്ങളിൽ നിങ്ങളോടൊപ്പമുണ്ടായിരിക്കും. ഭയപ്പെടണ്ട, സംശയിക്കണ്ട, കർത്താവ് കൂടെയുണ്ട്. ദൈവമേ, നിശബ്ദതയിൽ അവിടുന്ന് എന്നെ കൈവിട്ടുവെന്നും കഷ്ടകാലത്തിന്റെ ഇരുട്ടിൽ ഞാൻ തനിച്ചായിപ്പോയി എന്നും ബലഹീനമായ ജഡം സംശയ ചിന്തകൾ ഉയർത്തുമ്പോഴും എൻ്റെ ഒരുക്കമുള്ള ആത്മാവ്, കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവാം ദൈവം എന്നും എന്നോട് ഒപ്പമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ നോമ്പിന്റെ യാത്രയിൽ ദുഃഖവും ആകാംക്ഷയും സംശയവുമൊക്കെ അങ്ങയോട് തുറന്നു പറയാൻ നാഥ എന്നെ അനുവദിക്കണമേ. നിശബ്ദതയിൽ അങ്ങയിൽ ആശ്രയിക്കാനും ദുരന്തമരുഭൂമിയുടെ അനുഭവങ്ങളിൽ അങ്ങയോട് പറ്റിച്ചേർന്ന് നടക്കുവാനും പ്രത്യാശയുടെ പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുവാനും മടുത്തുപോകാത്ത വിശ്വാസത്താൽ നാഥ എന്നെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ പാപഭാരങ്ങൾ ചുമലിൽ വഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കരഞ്ഞ് ഞങ്ങളെ വീണ്ടെടുത്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.